ഹായ്, മിൻഹാജ് ബിൽഡേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇത് നമ്മൾ ഹൈവേയിലൂടെ യാത്ര പോകുമ്പോൾ അവിടെ നടക്കുന്ന വർക്കുകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നിലവിൽ നമ്മളൊരു കൺസ്ട്രക്ഷൻ ഫീൽഡിലായതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് വീക്ഷിക്കും ഓരോ കാര്യങ്ങളും. നമുക്കും ഇതൊക്കെ പുതിയ പുതിയ അറിവുകളായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ട് പഠിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്ന് രണ്ട് നിരീക്ഷണങ്ങൾ നടത്തിയതാണ്. മനുഷ്യരെപ്പോഴും ആദ്യം നമ്മൾ എന്തൊരു നല്ല കാര്യങ്ങൾ ചെയ്താലും അതിൽ തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നല്ലതുണ്ടാവും, നല്ലതും ഉറക്കെ വിളിച്ചു പറയാനായിട്ട് ആളുകൾക്ക് അതിനൊരിത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അതേസമയം എന്തെങ്കിലും ഒരു വിഷയമുണ്ടെങ്കിൽ അത് പറയാനായിട്ട് നാവുണ്ടാവും. 4 കിലോമീറ്റർ നീളമുള്ള നാക്കുകളുണ്ടായിരിക്കും. ഈവൻ എന്നെപ്പോലും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ ഞാനിതൊക്കെ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ റോഡുകളുടെ വർക്കുകൾ ഇതുപോലെ നടന്നുകൊണ്ടിരിക്കുന്നു. 1-2 സ്ഥലത്ത് നമുക്ക് ഫ്ലോപ്പായിട്ടുണ്ട്, വിഷയങ്ങൾ വന്നിട്ടുണ്ട്. അത് വളരെ വലിയ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്, നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്ന ഒന്നേ അല്ല. എങ്കിലും പറയാതെ വയ്യ 1-2 കാര്യങ്ങൾ. ഇപ്പോൾ ഈ റോഡുകളിലൂടെ സഞ്ചരിച്ചിരുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള നമ്മൾ പുറം രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ നമ്മൾ അനുഭവിച്ചിരുന്ന അത്രയും നല്ല റോഡുകൾ തന്നെയാണ് ഇപ്പം നിലവിലൂടെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു സംശയങ്ങളും ഇല്ല. നമ്മൾ കേരളത്തിൻ്റെ ഒരു ഭൂമിയുടെ ഘടന അനുസരിച്ച് മലകളും പാടങ്ങളും തോടുകളും ഒക്കെ ആയിട്ട് വളരെ ഒരു ലോലമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഒട്ടുമിക്ക ഏരിയകളിലുമുള്ളത്. അപ്പോൾ റോഡിന് വേണ്ടി ഇങ്ങനെ സ്ഥലം എടുത്തെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് കുറച്ച് ഭാഗങ്ങൾ അത്യാവശ്യം ഹൈറ്റിലാണെങ്കിൽ ചില ഭാഗങ്ങൾ നല്ല താഴ്ചയിലാണ്. അപ്പോൾ നമ്മുടെ ഒരു സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഭൂമിയെ ഇതുപോലെ കീറി മുറിച്ചിട്ടുള്ളത്. അത് സംഭവം ശരി തന്നെ. പക്ഷേ നമ്മളെ നാട് എന്ന് പറയുന്നത് ഭൂമി കുലുക്കങ്ങളും അതേപോലെ തന്നെ വെള്ളപ്പൊക്കവും പ്രളയവും പോലെയുള്ള നനച്ചിരിക്കാതെ വരുന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഭൂകമ്പം ഉണ്ടാവുന്നത് വേറെയാണ്, ഭൂമി ചലനം എന്ന് പറയുന്നത് വേറെയാണ്, അതേപോലെ തന്നെ പ്രളയം എന്ന് പറയുന്നത് ഒരു ഘടകം വേറെയാണ്. അപ്പോൾ ഈ പല ടൈപ്പ് ഓഫ് സംഭവത്തിൽ പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് നമ്മുടേത്. അതോടൊപ്പം തന്നെ ഇനി വലിയൊരു ഡാം പൊട്ടി വരാൻ കൂടി കാത്തിരിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. നിരന്തരമായിട്ട് നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു സംഭവമാണ് ഡാം ഇപ്പോൾ പൊട്ടും, അല്ലെങ്കിൽ അതിന് ഇത്രയും അധികം വെള്ളം വന്നു, അപ്പോൾ അത് സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം, ഇത്രയും ജില്ലകൾ അതിൽ നിന്ന് പോവും, കുറേ ഭാഗം മുങ്ങിപ്പോവും. നിരന്തരമായിട്ട് മനുഷ്യരുടെ മനസ്സിനെ ഇങ്ങനെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുറേ കാര്യങ്ങളോട് കൂടിയിട്ടാണ് നമ്മളും നമ്മുടെ ജീവിതവും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കി എന്ത് മനോഹരമായിട്ടാണ് ആ റോഡ്. നമുക്കതിൽ യാത്ര ചെയ്ത് മതി വന്നിട്ടില്ല. അത്രയും നമുക്ക് സ്ഥലം എത്തണം എന്ന് പോലും തോന്നില്ല. അത്രത്തോളം മനോഹരമായി അത്രയധികം യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് നമ്മുടെ റോഡ് നിർമ്മാണങ്ങളെല്ലാം നടന്നിട്ടുള്ളത്. കാണാൻ തന്നെ ഒരുപാട് ഭംഗിയുണ്ട്. നിലവിലിപ്പോൾ നമുക്ക് വാഹനം കൊണ്ട് പോകുമ്പോൾ 100% നമ്മൾ സംതൃപ്തിയോടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു സംശയവും ഇല്ല. അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും, അതായത് എത്രയും പെട്ടെന്ന് ആ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്ത് ഇതുപോലെ ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും നന്ദിയും കടപ്പാടും ഒക്കെയുണ്ട്. ജനങ്ങളുടെ പണവും നമ്മുടെ രാജ്യത്തിൻ്റെ പണവും ഒക്കെ തന്നെയാണ്. എങ്കിൽ പോലും അതിനുവേണ്ടി മുൻകൈ എടുത്ത് ഇതുപോലൊരു പദ്ധതികൾ ആ ഒരു റിസൾട്ടിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ഒരുപാട് കടമ്പകൾ കടന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു പദ്ധതികളാണ്. അതല്ലാതെ പെട്ടെന്നൊരു ദിവസം ഒരാൾ വിചാരിച്ചാൽ നടക്കുന്നൊരു കാര്യങ്ങളൊന്നുമില്ല. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരോടെല്ലാം ആ ഒരു നന്ദിയും ആ ഒരു കടപ്പാടും ആ ഒരു ബഹുമാനവും ഒക്കെ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനിയുള്ള ഇതുപോലത്തെയുള്ള നിർമ്മാണങ്ങളിൽ മാക്സിമം ശ്രദ്ധ ചെലുത്തുക എന്നുള്ളതും, പുറമേ നിന്നുള്ള ആളുകൾ വന്നിട്ട് ഇവിടെ നമ്മുടെ ഭൂമിയെ വെട്ടിമുറിക്കുന്ന സമയത്ത് അവർക്ക് ഇവിടുത്തെ ഒരു ഘടനയെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇപ്പം നിലവിൽ തന്നെ ഒരുപാട് സ്ഥലത്ത് അത്രയും ഹൈറ്റിലാണ് നമ്മളെ റോഡിന് വേണ്ടി കട്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗത്ത് മൊത്തം സിമൻറ്റ് സ്പ്രേ ചെയ്ത് നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രത്തോളം പോസിബിളാണ്, എത്രത്തോളം നമുക്കത് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നുള്ളത് ഭാവിയിലെ പറ്റിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ നിലവിലെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാം. ഒരു പക്ഷേ അവിടെ കുറച്ച് ഉറപ്പുള്ള മണ്ണൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് കാലം ഒക്കെ അതങ്ങനെ നിൽക്കുമായിരിക്കാം. പക്ഷേ കുറച്ച് കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ചെറിയ ജർക്കിങ്, ചെറിയ ഭൂമി കുലുക്കങ്ങൾ എന്ന് പറയുമ്പോൾ വലിയ കുലുക്കങ്ങളല്ലാതെ തന്നെ ഭൂമിയുടെ അടിയിൽ ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ തോതിലുള്ള റിക്ടർ സ്കെയിലിൽ
വളരെ നേരിയ തോതിലുള്ള ചലനം എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ചലനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതിലൊക്കെ ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതേപോലെ തന്നെ ഒരു പന്നുണ്ടായ പോലുള്ള പ്രളയങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊക്കെ കൊളാപ്സ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതിലൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ഹൈറ്റ് വരുന്ന ഭാഗങ്ങളിൽ കുറച്ചുകൂടി അധികം സ്ഥലം വീടുകളോട് കൂടിയിട്ടുള്ള പോർഷൻസ് എടുത്ത് അവർക്ക് അവരുടെ പേയ്മെൻറ്റും കൊടുത്ത് ഒരു 20-30 മീറ്ററെങ്കിലും റോഡിൽ നിന്നും വീണ്ടും അങ്ങോട്ട് വിടുത്ത് കൂട്ടിയെടുത്തിട്ട് ആ ഒരു ഭൂമി സെറ്റാക്കുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. അത് എൻ്റേതായിട്ടുള്ള അറിവിൻ്റെ പരിമിതി വെച്ച് ഞാൻ പറയുന്നതാണ്. ഇത് റോഡിനോട് തൊട്ടടുത്തായിരിക്കുമ്പോൾ അപകടത്തിനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ഒരു 10-30 മീറ്റർ അല്ലെങ്കിൽ 40 മീറ്ററോളം കൂടി കുറച്ചുകൂടി അങ്ങോട്ട് എടുത്ത് അതിനൊരു ചെറിയ സ്ലോപ്പായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാനായിട്ട് കഴിയുമായിരുന്നേ. കുറച്ചധികം നമ്മൾ സ്ഥലം എടുക്കേണ്ടി വരും, അതിനുള്ള പേയ്മെൻറ്റ് ജനങ്ങൾക്ക് കൊടുക്കേണ്ടി വരും, അത്തരം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കെ തന്നെ നമുക്ക് അങ്ങനെ കൂടി ചെയ്യുമായിരുന്നെങ്കിൽ ഇത്രയും വലിയ ആപത്തുകൾ ഭാവിയിൽ ഉണ്ടാകുന്നതിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയുമായിരുന്നു എന്നുള്ളൊരു ചെറിയൊരു അഭിപ്രായം കൂടി ഞാൻ ഇതിനോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഞാൻ അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നു എന്ന് മാത്രം. അതിൽ ചിലപ്പോൾ അപാകതകളുണ്ടാവും, എൻ്റെ അറിവിൻ്റെ വിഷയങ്ങളുണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ അത് പറയാതിരിക്കുമ്പോൾ പിന്നെ നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല. നമ്മളെന്താണെന്നോ നമ്മുടെ ചിന്തകൾ എന്താണെന്നോ അതിൽ ചിലപ്പോൾ തെറ്റുകളുണ്ടാകും, ആളുകൾ അതിന് പ്രതികരിക്കുന്നത് മറ്റു രീതിയിലായിരിക്കാം എന്നെല്ലാം കരുതിയിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാതിരിക്കുമ്പോഴാണ് അത് വലിയൊരു തെറ്റ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. അതിൽ നന്മയുണ്ടെങ്കിൽ നല്ലതുണ്ടെങ്കിൽ മറ്റുള്ളവരെടുക്കട്ടെ, നമ്മളെ തിരുത്താനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ തിരുത്തി തരട്ടെ. അപ്പോൾ നമ്മൾ അതൊക്കെ പഠിക്കും. ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ പാഠങ്ങളാണ്. ഒരിക്കലും നമ്മൾ ലൈഫിലെല്ലാം പഠിച്ച് നമ്മളൊരു പദ്ധതിയിലേക്ക് ഇറങ്ങുക എന്നുള്ളതല്ല. ഓരോ പദ്ധതിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പഠിച്ചിറങ്ങുന്നതാണ് ഓരോ കാര്യങ്ങളും. അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടാണ് നമ്മുടെ സക്സസ്സിന് നമ്മളെ സക്സസ് ആക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു അധികം നമ്മൾക്ക് ഉപകാരപ്പെടുന്നത് അത്തരം കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെയൊന്നും യാതൊരു തരത്തിലും ഭയപ്പെടുന്നില്ല. അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരുപാട് പേര് ഞാൻ പല പോസ്റ്റുകൾ ചെയ്യുമ്പോഴും അതിന് താഴെ പല പല രീതിയിൽ അവരേതായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകൾ ഇടാറുണ്ട്. എല്ലാത്തിനെയും അതിൻ്റേതായിട്ടുള്ള ബഹുമാനത്തോടും ആദരവോടും കൂടി തന്നെയാണ് ഞാൻ അതൊക്കെ എടുക്കുന്നത്. ആരോടും ഒരു ദേഷ്യമോ ഒന്നുമില്ല. ചില കമൻസുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നാറുണ്ട് ഇങ്ങനെയും മനുഷ്യരുണ്ടല്ലോ, നമ്മൾ ഇത്രയും നന്നായിട്ട് ചിന്തിച്ചിട്ട് പോലും അതിനും പോലും ഇത്രയും നെഗറ്റീവ് ആകുന്ന ആളുകളാണല്ലോ, അവർക്കും കൂടി മാറ്റം വരട്ടെ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അത്രയും നമ്മൾ അതിൽ ചെയ്യാറുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി താഴെ പങ്കുവയ്ക്കാം. ഓക്കെ, താങ്ക് യു, ബൈ. എല്ലാ അഭിപ്രായങ്ങളും നമ്മളെ സമൂഹത്തിന് നന്മയ്ക്ക് മാത്രമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു.